ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡ് ദീപകം എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ സെക്കൻഡ് ചാപ്റ്ററായ നിത്യം പിബാമഹ സുഭാഷിതരസം എന്ന ചാപ്റ്ററിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷനാണ്. നമുക്ക് നോക്കിയാലോ. അധോലിഖിതാനാം പ്രശ്നാനാം ഉത്തരാണി ഏകപദേന ലിഖന്തു. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്കുത്തരമായി വൺ വേർഡിൽ ആൻസർ എഴുതുക. നരഹ കതിഭിഹി വകാരൈഹി പൂജിതഃ ഭവതി. മനുഷ്യൻ എത്ര വകാരങ്ങളാലാണ് പൂജിക്കപ്പെടുക? പഞ്ചഭിഹി, അഞ്ചെണ്ണം, 5 വകാരങ്ങളാലാണ് പൂജിക്കപ്പെടുക, അല്ലേ? പുരുഷേണ കതി ദോഷാഹ ഹാതവ്യാഹ. മനുഷ്യനാൽ എത്ര ദോഷങ്ങളാണ് ത്യജിക്കേണ്ടത്? 6 ദോഷങ്ങളാണ്. അപ്പം നമ്മൾ എന്തെഴുതും? ഷട്ട്. ബുദ്ധിഹി കേന ശുദ്ധ്യതി. ബുദ്ധി എന്താലാണ് ശുദ്ധമാവുക? ജ്ഞാനേന, ജ്ഞാനത്താൽ. ജലബന്ധു നിപാതേന ക്രമശഃ കഃ പൂര്യത്തെ. ജലബന്ധുക്കൾ ക്രമമായി വീഴുന്നതിലൂടെ എന്താണ് നിറയുന്നത്? കുടം. അപ്പം നമ്മൾ എന്തെഴുതും? ഘടഃ. ആലസ്യം കേഷാം മഹാൻ റിപുഃ അസ്തി. അലസത ആരുടെ മഹത്തായ ശത്രുവാണ്? മനുഷ്യാണാം, മനുഷ്യൻ്റെ. നിമ്നലിഖിതാനാം പ്രശ്നാനാം ഉത്തരാണി പൂർണ്ണവാക്യേന ലിഖന്തു. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്കുത്തരമായി കംപ്ലീറ്റ് സെൻറ്റൻസിൽ ആൻസർ എഴുതുക. നരഹ കഥം പൂജിതോ ഭവതി. മനുഷ്യൻ എങ്ങനെയാണ് പൂജിക്കപ്പെടുക? വസ്ത്രേണ, വപുഷ, വാച, വിദ്യയാ, വിനയേന ച ഏതൈഹി പഞ്ചഭിഹി വകാരൈഹി യുക്തഃ നരഃ പൂജിതഃ ഭവതി. വസ്ത്രത്താൽ, ശരീരത്താൽ, വാണിയാൽ, അറിവിനാൽ, വിനയത്താൽ എന്നിങ്ങനെ 5 വകാരങ്ങളാൽ യുക്തമായ മനുഷ്യനാണ് ബഹുമാനിക്കപ്പെടുക, പൂജിക്കപ്പെടുക. അടുത്ത നോക്കാം. പുരുഷേണ കേ ദോഷാഹ ഹാതവ്യഃ. മനുഷ്യരാൽ ഏതൊക്കെ ദോഷങ്ങളാണ് ത്യജിക്കേണ്ടത്? പുരുഷേണ നിദ്ര, തന്ത്ര, ഭയം, ക്രോധഃ, ആലസ്യം, ദീർഘസൂത്രത ച ഇതി ഷഡ് ദോഷാഃ ഹാതവ്യാഃ. മനുഷ്യനാൽ നിദ്ര, അലസത, ഭയം, ക്രോധം, മടി, കാര്യങ്ങൾ നീട്ടിവെക്കുന്നത് എന്നിങ്ങനെ 6 ദോഷങ്ങളാണ്, 6 ഫ്ലോസ് ആണ് ത്യജിക്കേണ്ടത്. കസ്യ ബുദ്ധിഹി വിസ്താരിതാ ഭവതി. ആരുടെ ബുദ്ധിയാണ് വിസ്തരിക്കുക, ഡെവലപ്പ് ആവുക? യഹ പഠതി ലിഖതി പശ്യതി പരിപൃച്ഛതി പണ്ഡിതാൻ ഉപാശ്രയതി ച തസ്യ ബുദ്ധിഹി വിസ്താരിതാ ഭവതി. ആരാണോ പഠിക്കുന്നത്, എഴുതുന്നത്, നന്നായി ഒബ്സർവ് ചെയ്യുന്നത്, ചോദിക്കുന്നതെന്ന് ഉദ്ദേശിക്കുന്നത് അതായത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുന്നത്, പണ്ഡിതാൻ ഉപാശ്രയത്തി, പണ്ഡിതരോടൊപ്പം ഇരിക്കുന്നത്, അങ്ങനെയുള്ളവരുടെ ബുദ്ധിയാണ് ഡെവലപ്പ് ആവുക. കിം കൃത്വാ മനുഷ്യഃ ന അവസീദതി. എന്ത് ചെയ്താലാണ് മനുഷ്യൻ ദുഃഖിക്കാണ്ടിരിക്കുക? മനുഷ്യഃ ഉദ്യമം കൃത്വാ ന അവസീദതി. മനുഷ്യൻ പരിശ്രമിക്കുമ്പോഴാണ് ദുഃഖിക്കാണ്ടിരിക്കുക, പരിശ്രമിച്ചാലാണ് ദുഃഖിക്കാണ്ടിരിക്കുക. വ്യാസസ്യ വചനദ്വയം കിം. വ്യാസൻ്റെ ആ 2 വചനങ്ങൾ എന്തൊക്കെയാണ്? വേദവ്യാസസ്യ വചനദ്വയമസ്തി. വേദവ്യാസൻ്റെ വചനങ്ങളാണ് പരേഷാം ഉപകാരേണ പുണ്യം ഭവതി. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നത് പുണ്യമാകുന്നു. പരേഷാം പീഡനേന പാപം ഭവതി. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് പാപമാകുന്നു, അതായത് പാപമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. ഉദാഹരണാനുസാരം ശ്ലോകാംശാനാം യഥോചിതം യോജയന്തു. അതായത് ശ്ലോകങ്ങൾ നമ്മൾ ഓൾറെഡി വായിച്ചാണ്, മനസ്സിലാക്കിയതാണ്. കറക്റ്റായിട്ടുള്ളത് യോജിച്ച് എഴുതുക എന്നതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ. വിദ്യയാ വപുഷാ വാച വസ്ത്രേണ വിനയേന ച വകാരൈഹി പഞ്ചഭിർയുക്തോ നരോ ഭവതി
പൂജിതഃ. ഷഡ്ദോഷാഃ പുരുഷേണേഹ ഹാത്തവ്യാ ഭൂതിമിച്ഛത. ഏതാണ് കറക്റ്റ് വരിക? നിദ്ര, തന്ദ്ര, ഭയം, ക്രോധ, ആലസ്യം, ദീർഘസൂത്രത. അദ്ഭിർഗാത്രാണി ശുദ്ധ്യന്തി മനഃ സത്യേന ശുദ്ധ്യതി. ഏതാണ് വരിക? വിദ്യാ തപോഭ്യാം ഭൂതാത്മാ ബുദ്ധിർജ്ഞാനേന ശുദ്ധ്യതി. അടുത്ത നോക്കാം. ഉത്തരം യത് സമുദ്രസ്യ ഹിമാദ്രിശ്ചൈവ ദക്ഷിണം വർഷം തദ് ഭാരതം നാമ ഭാരതി യത്ര സന്തതിഃ. ജലബന്ധു നിപാതേന ക്രമശഃ പൂര്യത്തെ ഘടഃ. ഏതാ വരിക? സ ഹേതുഃ സർവവിദ്ധാനാം ധർമ്മസ്യ ച ധനസ്യ ച. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നിമ്നലിഖിതാനാം വാക്യാനാം സമാനാർത്ഥകാൻ ശ്ലോകാംശാൻ പാഠാത് ചിത്വാ ലിഖന്തു. താഴെ സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അതേ അർത്ഥം വരുന്ന ശ്ലോകത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക. ഓക്കെ, അതേ അർത്ഥം വരുന്ന സെൻറ്റൻസ് എന്ത് ചെയ്യണം? ശ്ലോകത്തിൽ നിന്ന് കണ്ടെത്തി എഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിമ്നലിഖിതാനാം വാക്യാനാം സമാനാർത്ഥകാൻ ശ്ലോകാംശാൻ പാഠാത് ചിത്വാ ലിഖന്തു. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസിന് അതേ അർത്ഥം വരുന്നത് ശ്ലോകത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക. ഓക്കെ. മധുരവാണ്യാ സർവേ പ്രസന്നാഹ ഭവന്തി. മധുരവാണിയാൽ എല്ലാവരും സന്തോഷിക്കുന്നു. അതേ അർത്ഥം വരുന്നത് ഏത് ശ്ലോകമാണ്? പ്രിയവാക്യപ്രദാനേന സർവേ തുഷ്യന്തി ജന്തവഃ. പരിശ്രമേണ തുല്യഃ ബാന്ധവഃ നാസ്തി. പരിശ്രമത്തിന് സമമായ വേറൊരു മിത്രമില്ല. അതേ അർത്ഥം വരുന്ന ശ്ലോകം ഏതാണ്? നാസ്ത്യുദ്ധമസമോ ബന്ധുഃ കൃത്വാ യം ന വസീദതി. അടുത്ത് നോക്കാം. പരോപകാരേണ മാനവസ്യ പുണ്യാർജനം ഭവതി. പരോപകാരത്തിലൂടെ മനുഷ്യന് പുണ്യം ആർജിക്കുന്നു, പുണ്യം കിട്ടുന്നു. അതേ അർത്ഥം വരുന്ന സെൻറ്റൻസ് ഏതാണ്? പരോപകാരഃ പുണ്യായ പാപായ പരപീഡനം. ഹിന്ദമഹാസാഗരാത് ഹിമാലയപര്യന്തം ഭാരതവർഷം. ഹിന്ദമഹാസാഗരം തൊട്ട് ഹിമാലയം വരെയാണ് ഭാരതഭൂമി. അതേ അർത്ഥം വരുന്ന സെൻറ്റൻസ് ഏതാണ്? ഏത് ശ്ലോകമാണ്? ഉത്തരം യത് സമുദ്രസ്യ ഹിമാദ്രിശ്ചൈവ ദക്ഷിണം വർഷം തത് ഭാരതം നാമ ഭാരതി യത്ര സന്തതിഃ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അധോലിഖിതാനാം ശബ്ദാനാം ഉദാഹരണാനുസാരം. താഴെ തന്നിരിക്കുന്ന വേർഡ്സിന് ഉദാഹരണം തന്നതനുസരിച്ച് പര്യായപദാനി ലിഖന്തു. പര്യായപദം എഴുതുക. ഓക്കെ. വപുഹു എന്നാൽ ശരീരം എന്നാണ്. അപ്പോൾ പര്യായപദം എന്താണ്? ശരീരം. ജലം എന്നാൽ വെള്ളമാണ്. അതിൻ്റെ പര്യായപദം കുറേ ഉണ്ട്, നമ്മൾ ഒരെണ്ണം എഴുതുന്നുള്ളൂ എന്നുള്ളൂ കേട്ടോ. സലിലം. ലോചനം എന്നാൽ കണ്ണാണ്, നേത്രം. ധനം എന്നാൽ കാശാണ്, വിത്തം. ബുദ്ധിഹി എന്നാൽ ബുദ്ധിയാണ്, മതിഹി. റിപുഹു എന്നാൽ ശത്രുവാണ്, ശത്രുഹു. ഓക്കെ, ഇതേ വേർഡ്സ് തന്നെ എഴുതണമെന്നില്ല, ഇതേ പര്യായപദങ്ങൾ എഴുതണമെന്നില്ല, വേറെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതാം. ഓക്കെ. അത്ര ഇതം അവധേയം. നോക്കാം ഇനി. തൃതീയ വിഭക്തേഹി ശബ്ദരൂപാണി ഉച്ചൈഹി പഠന്തു സ്മരന്തു ച. തൃതീയ വിഭക്തിയുടെ ശബ്ദരൂപമാണ് തന്നിരിക്കുന്നത്. അത് ഉറക്കെ വായിക്കുക, മനസ്സിലാക്കുക. പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം. പുല്ലിംഗം നോക്കാം ആദ്യമേ. പുല്ലിംഗ ശബ്ദം. ശബ്ദഃ ഛാത്ര. ഏകവചനം വരുമ്പോൾ ഛാത്രേണ. ദ്വിവചനം ഛാത്രാഭ്യാം. ബഹുവചനം ഛാത്രൈഃ. ശിക്ഷക. ഏകവചനം ശിക്ഷകേണ. ദ്വിവചനം ശിക്ഷകാഭ്യാം. ബഹുവചനം शिक्षकैः. स्त्रीलिङ्गशब्दाः. शब्दः विद्या. एकवचनं विद्यया. द्विवचनं विद्याभ्यां. बहुवचनं विद्याभिः. छात्रा. एकवचनं छात्रया. द्विवचनं छात्राभ्यां. बहुवचनं छात्राभिः. सत्य. एकवचनं सत्येन. द्विवचनं सत्याभ्यां. बहुवचनं
सत्यैः। नपुंसकलिङ्गशब्दाः शब्दः ज्ञान, एकवचनं ज्ञानेन, द्विवचनं ज्ञानाभ्यां, बहुवचनं ज्ञानैः। किम्, एकवचनं केन, द्विवचनं काभ्यां, बहुवचनं कैः। अतः रिक्तस्थानानि तृतीयविभक्तेः समुचितरूपैः പൂരയन्तु. ഇവിടെ താഴെ തന്നിരിക്കുന്ന ബ്ലാങ്ക്സിൽ തൃതീയവിഭക്തിയുടെ രൂപങ്ങൾ പൂരിപ്പിക്കുക. ഓക്കെ. ഏകവചനം സുധാഖണ്ഡേന, ദ്വിവചനം സുധാഖണ്ഡാഭ്യാം, ബഹുവചനം സുധാഖണ്ഡൈः. ഏകവചനം വൃക്ഷേണ, ദ്വിവചനം എന്ത് വരും? വൃക്ഷാഭ്യാം, ബഹുവചനം വൃക്ഷൈः. ഇവിടെ ദ്വിവചനവും ബഹുവചനവും കൊടുത്തിട്ടുണ്ട്. ദ്വിവചനം ലതാഭ്യാം, ബഹുവചനം ലതാഭിः. ഇതിൻ്റെ ഏകവചനം എന്താകും? ലതയാ. ദ്വിവചനവും ബഹുവചനവും അടുത്തത് കൊടുത്തിട്ടുണ്ട്. ദേശാഭ്യാം, ദേശൈः. ഏകവചനം എങ്ങനെ വരും? ദേശേന. ഏകവചനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പുണ്യേന. ദ്വിവചനം എന്ത് വരും? പുണ്യാഭ്യാം, ബഹുവചനം പുണ്യൈः. ഇവിടെ ബഹുവചനം മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. വിനയൈः. ഏകവചനം വിനയേന, ദ്വിവചനം വിനയാഭ്യാം. അടുത്ത ചോദ്യം നോക്കാം. കോഷ്ടകേ പദാനി വിലിഖ്യ സുഭാഷിതം പൂരയന്തു. ഇവിടെ ഇപ്പോൾ ചെയ്യേണ്ടത്, ഇവിടെ ഒരു സുഭാഷിതം തന്നിട്ടുണ്ട്. അതിൽ ചില വേർഡ്സ് മിസ്സിംഗ് ആണ്. കറക്റ്റായിട്ടുള്ള വേർഡ് ഏതാണോ അത് കണ്ടെത്തി എഴുതി ആ സുഭാഷിതം പൂരിപ്പിക്കണം. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ നമുക്ക് പൂരിപ്പിച്ചങ്ങ് വായിക്കാം. ഉത്തരം യത് സമുദ്രസ്യ ഹിമാദ്രിശ്ചൈവ ദക്ഷിണം വർഷം തത് ഭാരതം നാമ ഭാരതീയത്ര സന്തതിഃ പ്രിയവാക്യപ്രധാനേന സർവേ തുഷ്യന്തി ജന്തവഃ തസ്മാത് തദേവ വക്തവ്യം വചനേകാ ദരിദ്രത. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഉപയുക്താനി സുഭാഷിതാനി പഠിത്വാ റിക്തസ്ഥാനാനി പൂരയന്തു. താഴെ തന്നിരിക്കുന്ന സുഭാഷിതങ്ങൾ വായിച്ച് കറക്റ്റായിട്ടുള്ളത് എന്താണോ വരിക അത് കണ്ടെത്തി ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യുക. ഓക്കെ. ആലസ്യം ഹി മനുഷ്യാണാം ശരീരസ്ഥോ മഹാൻ റിപുഃ തസ്മാത് തദേവ വക്തവ്യം വചനേകാ ദരിദ്രത. യഃ പഠതി ലിഖതി പൃച്ഛതി പരിപൃച്ഛതി പണ്ഡിതാനുപാശ്രയതി സ ഹേതുഃ സർവവിദ്യാനാം ധർമ്മസ്യ ച ധനസ്യ ച വിദ്യാ തപോഭ്യാം ഭൂതാത്മാ ബുദ്ധിർജ്ഞാനേന ശുദ്ധ്യതി. ഈ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിനോടൊപ്പം ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഒന്നുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്താൽ മതി, ക്ലിയർ ആക്കി തരാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും. അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു. കീപ് സപ്പോർട്ടിങ്.